ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 5 ഇയർ. ഞാൻ ഇത്ര നാളായിട്ടും ഗ്ലോബൽ വില്ലേജിന് കേട്ടിട്ടുള്ളൂ. ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്ലോബൽ വില്ലേജിലേക്ക് പോണത്. ഇത്തവണ ഞാൻ പോകുന്നതിൻ്റെ കൂടെ എൻ്റെ ഗേളും കൂടി ഉണ്ട്. ഞാൻ അവളും കൂടിയാണ് ഫസ്റ്റ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയത്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു. ടിക്കറ്റിന്റെ റേറ്റ് കാര്യങ്ങൾ നോക്കി ഞങ്ങൾ പോയത്. നോർമൽ ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 30 ദിറംസ് വന്നു. ഇവിടെ വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25 ആവത്തുള്ളൂ. ബട്ട് ഞങ്ങൾ പോയത് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 30 വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങി. നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള വ്യൂ കാണാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ താജ്മഹലിന്റെ ആ ഒരു സെറ്റപ്പില് നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോ പൗലിയാണ് അവർ റെഡിയാക്കി വെച്ചേക്കണേ. ബട്ട് ഇതിന്റെ ഉള്ളിൽ അതിലും ഗ്രാൻഡായിട്ട് ഓരോ കൺട്രീസും അവരുടെ ഓരോ ഐതിഹ്യം, അവരുടെ ആ കൺട്രിയിലെ സ്പെഷ്യൽ എന്താണോ അങ്ങനെ കാണിക്കണ ഓരോ പൗലിയൻസ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് അതിനകത്ത് ഒരുപതി പ്രോഗ്രാം ലൈക്ക് ഗെയിംസ് ആയിക്കോട്ടെ, അഡ്വഞ്ചേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ഓരോരോ ഫണ്ണി മൂമെന്റ്സ് അങ്ങനെ ഒരുപാട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ അവര് സെറ്റ് ആക്കിയേക്കണേ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് നമ്മുടെ സ്കാൻ ചെയ്ത് നമുക്ക് എൻട്രി പാസ് കിട്ടി. നമ്മൾ അങ്ങനെ പയ്യെ നടക്കാൻ തുടങ്ങി. അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ അവിടെ ഫ്രണ്ടിൽ തന്നെ കൂട്ടമായിട്ട് നിൽക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, ഒന്നാമത്തത് കുറെ പേര് ഫസ്റ്റ് ടൈം വരുന്നവരുണ്ട്, ചിലപ്പോൾ ഇതിന് മുന്നും വന്നേക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ക്രിസ്മസ് ഇവന്റ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ്. അവിടെ നോക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ ഏതൊരു വിദേശ കൺട്രിയിൽ പോയൊരു ഫീല് നമുക്ക് തോന്നും. ന്യൂയോർക്ക്, പാരീസ്, ചൈന, ജപ്പാൻ, അങ്ങനെ ഒരുപാട് കൺട്രീസിൽ നമ്മൾ പോയൊരു പ്രത്യേക രസം തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ വില്ലേജ്. ഇപ്പൊ ഞാൻ നമ്മുടെ 360 ആ ഒരു വ്യൂ നോക്കിയേ, ഒറ്റ ഫ്രെയിമില് എല്ലാ കൺട്രീസും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിഗർ എന്നാ രസം എന്ന് പറയുന്നത് കാണാൻ തന്നെ. സോ ഞാനും എൻ്റെ കൊച്ചും കൂടി പയ്യെ നടക്കാൻ തുടങ്ങി. നമുക്ക് കാണാം ക്രിസ്മസിന്റെ ഓരോ പെൻഗിൻസ്, ബെൽസ്, ക്യാപ്സ്, ഗിഫ്റ്റുകൾ ഇങ്ങനെ ഓരോന്നും അവിടെ അറേഞ്ച് ചെയ്തേക്കണത് കാണാൻ തന്നെ ഒന്നും പറയാനില്ല, അടിപൊളി. അങ്ങനെ നമ്മള് സ്റ്റാച്ചുവിന്റെ താഴെത്തി. സ്റ്റാച്ചു കാണാൻ തന്നെ അടിപൊളി, ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീലിൽ തന്നെ അവർ ആ പവലിയനിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ലൈഫിൽ ഞാനിപ്പോ ദുബായിൽ ഒരുവിധം സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഗ്ലോബൽ വില്ലേജ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ശരിക്കും ഇപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ന്യൂയോർക്ക് ഫിഗറും ആ ഒരു ഫിഗറിലാണ് നമുക്ക് ഓരോ പ്ലേസസും നമുക്ക് അറിയാൻ പറ്റണത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ബുദ്ധനെ പോലെ ഇരിക്കണ ഏതോ ഒരാള്, ബുദ്ധനൊന്നല്ല കേട്ടോ, ലൈക്ക് ആഫ്രിക്കൻ ടൈപ്പോ ജപ്പാനീസ് ടൈപ്പോ അങ്ങനെ എന്തോ ഒരു പ്രതിമയാണ്. എന്താ സംഭവം മനസ്സിലായില്ല. ബട്ട് അതിന്റെ കളറും അത് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണതും കാണാൻ അടിപൊളി. അതുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെന്ന് കുറച്ച് വീഡിയോസ് എടുക്കാന്നുള്ള രീതിയിൽ ചെന്ന് വീഡിയോസ് എടുത്തത്. പിന്നെ നമുക്ക് അവിടുന്ന് പയ്യെ നടന്നു വന്നു കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാര് ഒരു പോപ്കോൺ പോലത്തെ, പോപ്കോൺ മാത്രമല്ല ഒരുമാതിരി ചോക്ലേറ്റ്സ് അങ്ങനെ വിൽക്കണ ഒരു ആളെ ഞാൻ കണ്ടു. ലൈക്ക് അതുവരെ അവർ അറേഞ്ച് ചെയ്തേക്കണത് ഒരു വിദേശ രാജ്യത്തുള്ള ആൾക്കാർ ഇടുന്ന സൈസ് ഡ്രസ്സും അവരെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നല്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഒരാൾക്കാര് ദേ പറഞ്ഞു മറ്റേ ക്രിസ്മസിന്റെ പരിപാടിയായിട്ട് മറ്റേ നമ്മുടെ ബഫൂൺസിലെ അതേപോലെ നമ്മളെ കണ്ടിട്ട് ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് എന്തോ പറയുന്നു. ബട്ട് അവരുടെ ആ പഴയ നമ്മുടെ കാലത്തെ വണ്ടീസിലെ അതിന്റെ ഒക്കെ ഒരു മെമ്മറീസ് നമുക്ക് അവർ തരും. അവര് സത്യം പറഞ്ഞ അതൊരു എന്റർടൈൻമെന്റ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മള് കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞപ്പോ അതേ കാണാം ഒരു മസാജ് സെന്ററിന്റെ താഴെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് അവരുടെ തായ്ലൻഡ് ടൈപ്പിലുള്ള ഡാൻസ്, തായ്ലൻഡാണോ ജാപ്പനീസ് ആണോന്ന് എനിക്കറിയില്ല. ബട്ട് ഏകദേശം അതേപോലെ ഇരിക്കണ ഒരാൾക്കാർ. ബട്ട് അവരുടെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മള് അവരത് കുറച്ചു നേരം ഞാൻ അവിടെ വാച്ച് ചെയ്തിരുന്നു. പിന്നെ ഞാൻ പയ്യെ നടക്കാൻ തുടങ്ങി. പയ്യെ നടന്ന് നോക്കിയപ്പോ നമ്മുടെ സൈഡിൽ നമ്മുടെ താജ്മഹൽ കാണാം. താജ്മഹലിന്റെ ഡിസൈൻ ആ പവലിയൻ തന്നെ കാണാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് നമ്മൾ അതിന്റെ മെയിൻ പോയിന്റിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും